കുട്ടികളുടെ എല്ലാം പ്രിയപ്പെട്ട പീനട്ട് ബട്ടറാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതോടൊപ്പം ചോക്ലേറ്റ് സ്പ്രെഡും ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് കടലയാണ്, അതായത് കപ്പലണ്ടി. അത് ഞാൻ വറുത്ത് തൊലി കളഞ്ഞെടുത്തതാണിത്. ഇത് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് ചെറിയ സ്പീഡിൽ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. ഈ രീതിയിൽ ഒന്ന് പൊടിഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഈ കടല ഉപ്പിടാണ്ടാണ് വറുത്തെടുത്തിരുന്നത്, അതുകൊണ്ടാണ് ഉപ്പിട്ട് കൊടുത്തത്. നമ്മൾ ഉപ്പിട്ട് വറുത്ത കടലയാണെങ്കിൽ ഉപ്പ് പിന്നെ എക്സ്ട്രാ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ രീതിയിൽ നമ്മൾ ഓരോ പ്രാവശ്യവും ഒന്ന് നന്നായി അടിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സൈഡിലിരിക്കുന്നതെല്ലാം ഒന്ന് തട്ടിയിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് നമ്മൾ ഇനി അതൊരു മീഡിയം ഇതിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ആ രീതിയിൽ പല പ്രാവശ്യം നമ്മൾ ചെയ്ത് നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിൽ വേറെ നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പീനട്ടിൽ നിന്ന് തന്നെ എണ്ണ വന്ന് അത് നല്ല സ്മൂത്തായി വന്നോളൂ. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനുള്ള മധുരവും കിട്ടും. പിന്നെ ഇതിൽ ക്രഞ്ചി ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ച സമയത്ത് അതിൽ നിന്നും കുറച്ച് മാറ്റി വെച്ച് ലാസ്റ്റ് ഒരുമിച്ച് കൂട്ടിച്ചേർത്താൽ മതി. നമ്മുടെ പീനട്ട് ബട്ടറിൽ നിന്നും പകുതി ഞാൻ മാറ്റി വെച്ച് ബാക്കി പകുതിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സി അടിക്കുമ്പോൾ അത് മുഴുവൻ പൊടി മുകളിൽ തട്ടാതിരിക്കുന്നതിനാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് വീണ്ടും ഇതേ രീതിയിൽ തന്നെ അടിച്ച് ഒരുമിച്ച് നമുക്കത് മിക്സാക്കി എടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് പീനട്ട് ബട്ടറും റെഡി ആയിട്ടുണ്ട്. ഇതിലല്പം ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി സ്മൂത്താവും. എനിക്ക് മധുരം കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പീനട്ട് ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് പീനട്ട് ബട്ടറും റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലായ്പ്പോഴും ന്യൂട്ടെല്ല പുറത്തുനിന്ന് വാങ്ങാതെ ഈ രീതിയിൽ നമുക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ന്യൂട്ടെല്ലയുടെ അത്രയും ടേസ്റ്റ് വരില്ലെങ്കിലും ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പ്രെഡാണ്. ഇവിടെ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റ് സ്പ്രെഡാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്